പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ബുധനാഴ്ചയുടെ പ്രാർത്ഥനാ ചിന്തകളിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇത് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഭോഷനായ ധനികനെ കുറിച്ച് തിരുവചനം പറയുന്ന ഭാഗമാണിത്. ഈ നാളുകളിലെല്ലാം, ഈ ദിവസങ്ങളിലെല്ലാം സമ്പത്തും അതിൻ്റെ സമ്പാദനവും അത് അമിതമായി സൂക്ഷിക്കുന്നതും അതിനോട് അമിതമായ താല്പര്യവും കാണിക്കുന്നത് എങ്ങനെ ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന തിരുവചന ഭാഗങ്ങളുടെ തുടർച്ചയായി ഈശോ ഇന്ന് വീണ്ടും നമ്മളോട് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്ന സുവിശേഷ ഭാഗമാണിന്ന്. ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകമായി പുലർത്തേണ്ട രണ്ട് മനോഭാവങ്ങളെ കുറിച്ച് ഈശോ ഈ ഭോഷനായ ധനികനെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ് സൂചിപ്പിക്കുന്നു. ഈശോ പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ആദ്യം ഈശോ പറയുന്നത് ജാഗരൂകതയോടെ, ശ്രദ്ധയോടെ, കരുതലോടെ ഇരിക്കാനാണ്. എന്തിനാണ് ജാഗരൂകത? എന്തിനാണത് വേണ്ടത്? പാപം അകറ്റി നിർത്തുന്നതിലും നന്മ ചെയ്യുന്നതിലും പുണ്യം സമ്പാദിക്കുന്നതിലും നമുക്ക് ജാഗരൂകതയും ശ്രദ്ധയും കരുതലും ഉണ്ടാവേണ്ട അവസരമാണിതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ഈശോ പറയുന്നു, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുക. അത് പറഞ്ഞതിന് ശേഷമാണ് ധനം, അത്യാഗ്രഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു കാര്യമാണെന്നും അത് മറ്റ് എല്ലാ കാര്യങ്ങളും, ദൈവത്തെയും സഹോദരങ്ങളെയും ഒക്കെ മറന്നതിൻ്റെ പോകാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണെന്നും അതൊരു അത്യാഗ്രഹമായി മനസ്സിൽ വളരാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ അപകടത്തെക്കുറിച്ചും ഈശോ സൂചിപ്പിക്കുന്നു. അത്യാഗ്രഹം വരുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും തൃപ്തിപ്പെടുത്താൻ നാം ചെയ്യുന്ന ഭൗമികമായ അധ്വാനങ്ങളാണ്, ഓട്ടങ്ങളാണ്. അവ പലപ്പോഴും തിന്മയായി മാറുന്നു, അല്ലെങ്കിൽ തിന്മയിൽ കലാശിക്കുന്നു. കാരണം അത് സ്വാർത്ഥത മാത്രം നോക്കുന്നത് കൊണ്ട്, സാധാരണ വേണ്ട കാര്യങ്ങൾക്കപ്പുറമുള്ള ആഗ്രഹങ്ങളെക്കാൾ വലിയ അത്യാഗ്രഹമായി അവ മാറുന്നത് കൊണ്ട്, അത് സ്വാഭാവികമായും ദൈവത്തിനെതിരായും സഹോദരങ്ങൾക്കെതിരായും മാറുന്നത് കൊണ്ട് അത് തിന്മയായി പരിണമിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ജാഗരൂകതയോടെ ചെയ്യാൻ സാധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തൃപ്തിപ്പെടുത്തുന്ന അത്യാഗ്രഹങ്ങളുടെ പിന്നാലെ പോകാതെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ധനം എങ്ങനെയും നേടുന്നതിന് പകരം നമുക്കുള്ള വിവിധങ്ങളായ ധനങ്ങൾ, സമ്പത്തുകൾ എങ്ങനെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാം, കൊടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഈ നോമ്പുകാലത്ത് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വിവിധങ്ങളായ ധനങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അത് ഞങ്ങളുടെ ഉപയോഗങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കൂടി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ധനങ്ങളുടെ കാര്യസ്ഥന്മാരാണ് ഞങ്ങളെന്ന ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ വളർത്തണമേ. നന്മ ചെയ്യുന്നതിൽ ജാഗരൂകത കാണിക്കുവാനും ലോകത്തിൽ തിന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരുതലോടെ അകറ്റി നിർത്താനും എല്ലാത്തരം അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ വിടുവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.